റേഷൻ വ്യാപാരികൾ അനിശ്ചിതകാല സമരത്തിലേക്ക് 2 മാസത്തെ വേതനം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം. ഭക്ഷ്യവകുപ്പ് ശുപാർശ ചെയ്തിട്ടും ധനവകുപ്പ് വേതനം നൽകുന്നില്ല എന്നാണ് റേഷൻ വ്യാപാരികളുടെ ആരോപണം. ജനുവരി 6 മുതൽ അനിശ്ചിതകാലത്തേക്ക് റേഷൻ കടകൾ അടച്ചിടുമെന്നാണ് വ്യാപാരികളുടെ പ്രഖ്യാപനം. 2 മാസത്തെ വേതനം ഇതുവരെ നൽകിയിട്ടില്ല. കിറ്റ് കമ്മീഷൻ സുപ്രീം കോടതി ഉത്തരവുണ്ടായിട്ടും നൽകാത്തതും പ്രതിഷേധത്തിന് കാരണമാണ്. പ്രഖ്യാപിച്ച ഓണ ഉത്സവ ബത്ത 1000 രൂപ ഇതുവരെ നൽകിയിട്ടില്ല. ഭക്ഷ്യവകുപ്പ് ഇക്കാര്യത്തിൽ അനുകൂല നിലപാട് സ്വീകരിക്കുമ്പോഴും ധനമന്ത്രിയുടെ നിലപാടാണ് വേതനം മുടങ്ങാൻ കാരണമെന്നാണ് സമരസമിതി ജനറൽ കൺവീനർ ജോണി നെല്ലൂർ ആരോപിക്കുന്നത്. ഗവൺമെന്റ് ചെയ്ത ജോലിയുടെ കൂലിക്ക് വേണ്ടി പാവപ്പെട്ട റേഷൻ വ്യാപാരികൾ സമരം ചെയ്യേണ്ടി വരുന്ന ദുരവസ്ഥ ഈ കേരളത്തിലല്ലാതെ വേറെ എവിടെയെങ്കിലും ഉണ്ടോ? ഞങ്ങൾ ഈ കാര്യത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ടു, ധനകാര്യമന്ത്രിയെ കണ്ടു, ഭക്ഷ്യമന്ത്രിയെ കണ്ടു. പക്ഷെ അദ്ദേഹം നിസ്സഹായനാണ്. വേതനം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ ദിവസം റേഷൻ വ്യാപാരികൾ താലൂക്ക് അടിസ്ഥാനത്തിൽ സൂചനാ സമരം നടത്തിയിരുന്നു. വേതന വർധനവ് സംസ്ഥാന സർക്കാർ 6 വർഷം മുമ്പ് ഉറപ്പ് നൽകിയതാണ്. എന്നാൽ ഇപ്പോൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പോലും സർക്കാർ തയ്യാറാവുന്നില്ലെന്നാണ് റേഷൻ വ്യാപാരികൾ ആരോപിക്കുന്നത്. ഗോഡൌണുകളിൽ നിന്നും റേഷൻ വിതരണത്തിന് എത്തിച്ചിരുന്ന ട്രാൻസ്പോർട്ടിംഗ് കരാറുകാരുടെ സമരത്തെ തുടർന്ന് റേഷൻ കടകളുടെ പ്രവർത്തനം താറുമാറായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഈ സമരം തീർന്നത്. റേഷൻ വ്യാപാരികളുടെ അനിശ്ചിതകാല സമരം സാധാരണക്കാരെ ബാധിക്കും. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.